നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോണ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ആൻഡ് എനർജിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 6 ആണ്, ക്ലാസ് 9th SCERT ചാപ്റ്ററാണ്. അതിൽ എന്താ വർക്ക് എന്ന് ചോദിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. അതായത് ഫിസിക്സിൻ്റെ ഭാഷയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് വേണം. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ആ ബോഡി ഡിസ്പ്ലേസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഈ പോയിന്റിൽ ഫോഴ്സ്, ഇപ്പോൾ നമ്മളൊരു കോയിൻ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക, അടിക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണെന്ന് പറയുള്ളൂ, വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പോൾ എന്ത് നമുക്ക് പറയാം, എ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ എൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തു എന്ന് പറയുള്ളൂ, വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബ്രിക്ക് ചുമന്നുകൊണ്ട് പോവാമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ തലയുടെ മുകളിൽ ഒരു വീട് പണിക്ക് ഒരു ബ്രിക്ക് നമ്മൾ ചുമന്നുകൊണ്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബ്രിക്ക് നമ്മുടെ തലയുടെ മുകളിൽ നമ്മുടെ ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സാണ് കൊടുക്കുന്നത്. അതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രിക്കാന്ന് വിചാരിക്കുക, ബ്രിക്ക് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പം നമ്മൾ ഫോഴ്സ് എങ്ങനെയാണ് കൊടുക്കണത്, നമ്മൾ മുകളിലോട്ടാണ് ഫോഴ്സ് കൊടുക്കണത്. നമ്മൾ നടന്ന് പോയോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവണത്, മുന്നോട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ഇല്ലേ. അപ്പം നമ്മുടെ വർക്ക് എന്താണ്, വരയ്ക്കുന്നതിൻ്റെ ഫോർമുല എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്താണ് cos 90. അതായത് തമ്മിലുണ്ടാക്കണ ആംഗിൾ cos 90. അപ്പോൾ നമുക്ക് cos 90 എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ്, cos 90 0 ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണ്, 0 ആണ്. നമ്മളെപ്പോഴാണ് വർക്ക് അതായത് നമ്മളൊരു ബ്രിക്ക് ചുമന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ടയേർഡ് ആവണുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണില്ല എന്നാണ് പറയുന്നത്, ഫിസിക്സിൽ വർക്ക് ചെയ്യണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു ബോളാണെന്ന് വിചാരിക്കും, നമ്മൾ കിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിൽ തന്നെ അത് പോയി. നമ്മൾ നേരെ ഫോഴ്സ് ഈ ഡയറക്ഷനാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെയാണ് അത് ഡിസ്പ്ലേസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ നിൽക്കട്ടെ, ഫോഴ്സ് ഇതേ ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയത് അതേ ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ എന്താ, 0 ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്, 0 ആണ്. അപ്പോൾ cos 0 എത്രയാണ്, 1 ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവിടെ വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.